റൂമറുകൾ ചുമ്മാ അടിച്ചു വിടാനുള്ളതല്ല, പറയുമ്പോൾ അതിനൊരു കഴമ്പ് വേണം. ഷിബുദിനം. ഞാൻ ഈ കാര്യം പറഞ്ഞെന്താ അറിയോ? കഴിഞ്ഞ ദിവസം നമ്മൾ അലക്സാൻഡ്രെ കൊയ്ഫിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞത് ജസ്റ്റ് റൂമർ അല്ലേ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? സാധാരണ നമ്മൾ റിലയബിളായിട്ട് വരുന്നത് വരെ കാത്തിരിക്കുമല്ലോ. അപ്പോൾ അന്ന് കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം വരുമെന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത്. എന്താണെങ്കിലും ഇറ്റ്സ് ഒഫീഷ്യൽ, അലക്സാൻഡ്രെ കൊയ്ഫ് ആയിരിക്കും അടുത്ത വർഷം വരാൻ പോകുന്ന സീസണിൽ നമ്മളുടെ സെൻറ്റർ ബാക്ക് നിരയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം ഞാൻ ഓൾറെഡി മിക്കവാറും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഇവിടെ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. 2-3 ദിവസം മുന്നേ മാത്രമാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ചില ഡാറ്റാബേസ് ഒക്കെ നോക്കിയിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു ആ ഒരു വീഡിയോയിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. സോ മാച്ചസ് ഒക്കെ കുറച്ച് പിന്നീടാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് തോന്നിയത്, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് സ്പീഡ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ് പല ഡാറ്റാബേസും കാണിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മാച്ചസ് കണ്ട സമയത്ത് അങ്ങനെ തോന്നിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു കഴിഞ്ഞ സീസണിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരു ഒപ്പോണൻറ്റ് ടീം ഒരു ബോളുമായിട്ട് അവരുടെ സ്ട്രൈക്കർ റൺ നടത്തുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് പിന്നിലാണ്. പക്ഷേ ഈ സ്ട്രൈക്കറുടെ ഒപ്പം ഇദ്ദേഹം എത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം കവർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്ട്രൈക്കർ പിന്നെ ജസ്റ്റ് ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ ഒരു സ്പീഡില്ലായ്മ എന്നുള്ള ഒരു സംഭവം അവിടെ തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 3 അസിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി കൂടിയുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പം സെക്കൻഡ് ബോൾ എന്ന നിലയിൽ ബോക്സിന് വെളിയിൽ നിന്ന് അദ്ദേഹം കുറച്ച് ദൂരത്ത് നിന്ന് ഓടി എത്തിയിട്ട് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് എതിർ ടീം അത് ക്ലിയർ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു ടച്ച് ടു അദ്ദേഹത്തിൻ്റെ ടീമിലെ പ്ലെയറിന് കൊടുക്കുന്നതും അങ്ങനെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കോർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫസ്റ്റ് പോസ്റ്റിൽ നിന്നിട്ട് ജസ്റ്റ് ഹെഡർ ഒരു ബാക്ക് ഫ്ലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ 2 കോർണർ സിറ്റുവേഷൻ ഗോൾ വന്നത്. പിന്നെ അദ്ദേഹം റൈറ്റിലൂടെ ഒരു റൺ നടത്തിയിട്ട് ഒരു ക്രോസ് കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് 3 അസിസ്റ്റുകൾ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ സീസണിൽ കുറച്ചധികം മത്സരങ്ങൾ അദ്ദേഹം റൈറ്റ് ബാക്കിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കണക്കുകളാണ്. അതായത് നമ്മളുടെ ISL ടീമിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ബാക്സും അതുപോലെ മിലോസ് എന്ന് പറഞ്ഞാൽ KPSൽ കഴിഞ്ഞ വട്ടം കളിച്ചിട്ടുള്ള സെൻട്രൽ ബാക്കും അതുപോലെ ഈ കൊയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെയും ചില കണക്കുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ഞാൻ ആ കണക്കുകൾ കൃത്യമായിട്ട് ഒന്ന് പറയാം. അപ്പം കൊയ്ഫ് കഴിഞ്ഞ സീസണിൽ കളിച്ചുള്ളത് 20 മത്സരങ്ങളാണ്. ഒഡയണിൻ്റെ 24, ഹെക്ടർ 24, മിലോസ് 19 മാച്ചസാണ്. ഇതിൽ മിനിറ്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ കൊയ്ഫാണ്. അതായത് 990 മിനിറ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. എന്നാൽ ഒഡയോൺ ഇന്ത്യ 2135 മിനിറ്റും ഹെക്ടർ 2072 മിനിറ്റും മിലോസ് 1739 മിനിറ്റ്സുമാണ് കളിച്ചിട്ടുള്ളത്. ഇനി ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യം വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ കൊയ്ഫ് 3 അസിസ്റ്റുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒഡയോൺ ഇന്ത്യ 1, ഹെക്ടർ 2, ഒരു ഗോൾ ഒരു അസിസ്റ്റുമാണ്. മിലോസ് 2 ഗോളുകളാണ്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യത്തിൽ കൂടുതൽ വരുന്നത് കൊയ്ഫിന് തന്നെയാണ്. അതുപോലെ ടാക്കിൾസിൻ്റെ കാര്യം എടുക്കുമ്പം കൊയ്ഫിൻ്റെ നമ്പർ 30ആണ്. ഒഡയോണിൻ്റെ 8, ഹെക്ടർ 18, മിലോസ് 14. കുറഞ്ഞ മിനിറ്റ്സ് കളിച്ചിട്ടുള്ളെങ്കിലും അത് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. അതും നല്ലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ക്ലിയറൻസസിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 42 ആണ് കൊയ്ഫിൻ്റെ ക്ലിയറൻസസ് കഴിഞ്ഞ സീസണിൽ നടത്തിയിട്ടുള്ളത്. ഒഡയോൺ ഇന്ത്യ 94, ഹെക്ടർ 86 ആൻഡ് മിലോസ് 81. സോ ഇതിലൊരു കുറവുണ്ട്. പക്ഷേ നമുക്ക് ടൈംസ് ഉറപ്പായിട്ടും പരിഗണിക്കണം, ടൈം നമ്പർ ഓഫ് മിനിറ്റ്സ് കളിച്ചത്. അതുപോലെ റിക്കവറീസ് എന്ന് പറയുന്നത് 72 കൊയ്ഫിൻ്റെത്. അതുപോലെ ഒഡയോൺ ഇന്ത്യ 128, ഹെക്ടർ 120, 71 മിലോസ്. അതായത് കുറഞ്ഞ മിനിറ്റ് കളിച്ചിട്ടുള്ള കൊയ്ഫിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ്. അതുപോലെ ഡുവൽസ് വിൻ ചെയ്തിട്ടുള്ള കാര്യം നോക്കുമ്പോൾ അതിൽ വലിയ വ്യത്യാസമില്ല. കാരണം കൊയ്ഫ് 64, ഒഡയോൺ ഇന്ത്യ 67, മിലോസ് 65. ഇതിൽ ഹെക്ടർ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്, 101. സോ ഇൻ്റർസെപ്ഷൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 18 കൊയ്ഫിൻ്റെ നമ്പർ. അതുപോലെ ഒഡയോൺ ഇന്ത്യ 30, ഹെക്ടർ 34 ആൻഡ് മിലോസ് 20. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ മിലോസും കൊയ്ഫും തമ്മിൽ. ആൻഡ് കാർഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരേ ഒരു യെല്ലോ കാർഡാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുള്ളത്. അതുപോലെ ഒഡയോൺ ഇന്ത്യ 3, ഹെക്ടർ 3 യെല്ലോയും 1 റെഡും. അതുപോലെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് മിലോസിനാണ്, 5 യെല്ലോയും 1 റെഡ് കാർഡുമാണ് എന്നുള്ളതാണ്. അതിൽ സസ്പെൻഷനും വിടും, 3-4 മാച്ച് അടുപ്പിച്ച് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു നല്ല നമ്പറായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്പർ ഓഫ് മിനിറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ISLലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാക്സിൻ്റെ നമ്പറുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിലോസ് ഇത്രയും മിനിറ്റ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ ബെറ്റർ സ്റ്റാറ്റ് ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, ISLും ആൻഡ് ഫ്രഞ്ച് ലീഗ് 2 എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ISLനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ലീഗായിരിക്കും ലീഗ് 2 എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അപ്പം
അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഞാൻ ഹൈപ്പ് കയറ്റുമൊന്നുമല്ല, പക്ഷേ ഈ ഒരു സ്റ്റാറ്റ് കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ഇറ്റ്സ് ഇംപ്രസീവ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു താരത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും KBFC അല്ലെങ്കിൽ കോച്ച് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ തന്നെ ആയിരിക്കണം ഒരു കൂടുതലും യൂസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. കാരണം ഫോറിനേഴ്സിന് ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു DM പൊസിഷനിൽ ചില സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് DMൽ അവൈലബിലിറ്റി അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഉള്ള നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എല്ലാ ഇന്ത്യൻസ് ആണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് പാർട്ടും അദ്ദേഹം ആ ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എബിലിറ്റിയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സെൻട്രൽ ബാക്ക് കളിച്ചാലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ അല്ലെങ്കിൽ അദ്ദേഹം വിത്ത് ദ ബോൾ അടിപൊളിയാണ്, അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി നല്ലതാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് പൊസിഷൻസിലും കളിച്ച് എനിക്ക് തോന്നുന്നില്ല KBFCയിൽ ഒരു റൈറ്റ് ബാക്ക് ഒരു ഓപ്ഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നുള്ളത്. പിന്നെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പ്ലെയർ ഇപ്പോൾ സന്ദീപാണ്. പിന്നെ വരുന്നൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബാൻ ഇപ്പോൾ റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നുണ്ട്, പ്രബീറും അവിടെ കളിക്കുന്ന പ്ലെയറാണ്, ഹോർമിയം വേണമെങ്കിൽ കളിപ്പിക്കാം. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പറ്റാത്തൊരു അവസ്ഥ വന്നാൽ മാത്രമേ ഇദ്ദേഹത്തെ അവിടെ റൈറ്റ് ബാക്കിൽ കളിപ്പിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? സനിയ.